ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ തുടരുമൊക്കെ റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം നമുക്ക് മോഹൻലാലിന്റെ ഒരു പോസിറ്റീവ് റിവ്യൂ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു നമുക്ക് തുടരും എന്ന് പറഞ്ഞ സിനിമയിലൂടെ കിട്ടിയത്. അപ്പം എമ്പുരാൻ ആരൊക്കെയോ തള്ളിമറിച്ച് എമ്പുരാൻ മറ്റേ വലിയ സിനിമയാണെന്ന് പറഞ്ഞവർക്ക് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണ് മോഹൻലാൽ, എന്താണ് യഥാർത്ഥ മോഹൻലാൽ എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലാലേട്ടനെ നമുക്ക് പഴയതുപോലെ എന്ന് പറയുമ്പോൾ പുതിയ ഒരു 7-8 വർഷം കൊണ്ടുള്ള ലാലേട്ടനല്ല, ലൂസിഫർ ഉൾപ്പെടെയുള്ള ലാലേട്ടനല്ല. ഇത് അതിനു മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ലാലേട്ടനെയാണ് നമുക്ക് തുടരുമെന്ന് പറഞ്ഞ സിനിമയിലൂടെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറച്ചു നേരമെങ്കിലും നിങ്ങൾ പബ്ലിക് റിവ്യൂവിനകത്ത് എൻ്റെ റിവ്യൂ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചില പോപ്പ് പ്രീമിയർ അങ്ങനെയൊക്കെയുള്ള ചില തിയേറ്റർ റിയാക്ഷൻസ് എടുക്കുന്ന വീഡിയോയിലൊക്കെ എൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തിയേറ്ററിൽ പോവാതെ സിനിമ കാണാതെ റിവ്യൂ ഇടുകയാണോ എന്ന് ചോദിക്കുന്ന കുറച്ച് പേർക്ക് അതൊരു മറുപടി ആയിരിക്കും. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയാണ്, നമ്മൾ ഇതുപോലുള്ള സിനിമയാണ് കാത്തിരുന്നത് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന്. പിന്നെ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ലാലേട്ടനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ പെർഫോം ചെയ്ത ഒരു കഥാപാത്രമുണ്ട്, ഒരു CI കഥാപാത്രം. കൂടുതൽ വിശദാംശങ്ങളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പുള്ളിയുടെ ക്യാരക്ടർ എൻ്റെ മുന്നേ അതും ഒരു രക്ഷയില്ലായിരുന്നു. പുള്ളി ഇത്രയും പെർഫോം ചെയ്തത് കൊണ്ടും കൂടെ ചേർത്താണ് ലാലേട്ടന് തോൽപ്പിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ കയ്യടി ആ തിയേറ്ററിൽ കിട്ടുന്നത്. കാരണം ഒരു സാധാരണപ്പെട്ട ഒരാളിനെ തോൽപ്പിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന കയ്യടിയല്ല, അയാള് എനിമി, അതായത് നമ്മുടെ വില്ലൻ വളരുമ്പം നായകനും വളരും എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സിനിമ നല്ലൊരു ഉദാഹരണമാണ്. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടൊരു വില്ലനെ തോൽപ്പിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന കയ്യടി തിയേറ്ററിൽ സെക്കൻഡ് ഹാഫ് ഉടനീളം ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് ചിലർ പറയുകയാണ് ഇതിനെ തുലയ്ക്കാൻ വേണ്ടി കുറെ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ പറയുന്നത് ഫസ്റ്റ് ഹാഫ് ലാഗാണെന്നാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ലാഗുമില്ല. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യാം. ഫസ്റ്റ് ഹാഫിൽ എൻ്റെ ഒപ്പനെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ലാലേട്ടൻ പഴയ ഒരു കോമഡിയൊക്കെ ചെയ്യുന്ന ലാലേട്ടനെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു കിട്ടി. അതിനകത്ത് പോലും കോമഡി ഉണ്ടെങ്കിലും അതിനകത്ത് പോലും ചെറിയ ചെറിയ ത്രില്ലിംഗ് എലമെന്റ്സ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും അതിനകത്തുള്ള കാര്യങ്ങൾ. പിന്നെ വലിയ എൻക്രെഡിറ്റ്സ് അങ്ങനെ വേറെ എൻക്രെഡിറ്റ്സ് അല്ല. ആദ്യം നമ്മൾ ഫസ്റ്റ് താങ്ക്സ് എഴുതി കാണിക്കുന്നതിലൊന്നും അത്ര 2-3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ തന്നെ സിനിമ നമുക്ക് ഫാമിലി ഡ്രാമ എന്ന് പ്രൊമോട്ട് ചെയ്ത തരുൺ മൂർത്തിയുടെ സിനിമയിലെ ഫസ്റ്റ് ഷോട്ട് മുതൽ സിനിമയിലെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരുന്നു. അതിനകത്തുള്ള നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് എന്ത് രീതിയിലാണ് എൻ്റെ പൊന്നെ. ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡയറക്ടർ, ബഡ്ജറ്റ് ഒന്നും പ്രശ്നമുള്ള കാര്യമില്ല. കാരണം പുള്ളി ചെയ്ത് വച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ രജപുത്ര രഞ്ജിത്തിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ഈ ഒരു ഡയറക്ടറിനെ വെച്ചിട്ട്, അതായത് മൂന്നാമത്തെ പടം മാത്രം സംവിധാനം ചെയ്യുന്ന ഡയറക്ടറിനെ വെച്ചിട്ട് ഇത്രയും വിശ്വാസത്തിൽ പൈസ മുടക്കി അടിപൊളിയായിട്ട് ഒരു നിർമ്മാണത്തിനൊന്നും ഒരു ക്വാളിറ്റിയുടെ കുറവുമില്ല. അതിനകത്ത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടെക്നിക്കലി ആണെങ്കിൽ പോലും ഈ സിനിമ നല്ല രീതിയിൽ മികച്ച സിനിമയാണ്. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ശോഭന അവർക്ക് കിട്ടിയ റോൾ അവർ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചപ്പം നമ്മൾ മോഹൻലാലിന്റെ താടി വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയം നമുക്ക് കുറച്ച് മിസ്സായിരുന്നു താടി വെച്ചതിന് ശേഷം. പക്ഷെ അത് നിങ്ങൾക്ക് മിസ്സായിട്ടില്ലെന്ന് തോന്നുന്നവർക്ക് ഈ സിനിമ ഒന്ന് കാണണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് 7 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലാലേട്ടനെ കിട്ടുന്നില്ലെന്ന്. അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട് തരുൺ മൂർത്തി. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പറയും ലാലേട്ടൻ എവിടെയും പോയിട്ടില്ലെന്ന്. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല എന്ന് പറയുന്ന ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം. അതിനകത്തുള്ള മോഹൻലാലിന്റെ ഓരോ എക്സ്പ്രഷൻസും എൻ്റെ പൊന്നെ, നമുക്ക് തന്നെ അത് വിരലുകളൊക്കെ അഭിനയിക്കുമെന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കാണുകയാണ് ഇതിലൂടെ. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തന്മാത്ര, ബാക്കിയുള്ള രസതന്ത്രം, അതുപോലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ലാലേട്ടന്റെ വിരലുകൾ പോലും അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വടക്കുന്നാഥൻ എന്ന് പറഞ്ഞ സിനിമ, അതിലൊക്കെ നല്ല രീതിയിൽ മോഹൻലാലിന്റെ അഭിനയം നമുക്ക് കാണാൻ സാധിച്ചു. ഇത് ഭ്രമരം അതുപോലെയൊക്കെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭ്രമരം, ദൃശ്യം, തുടരും എല്ലാത്തിലും അമ്മൗണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമയും കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമോഷണലി സൈക്കോളജിക്കലി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു ഇതായിട്ട് നമ്മൾ എന്തിനു പേര് സ്പോയിലറായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഈ സിനിമ നിങ്ങൾ ഒരാളും ഈ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ 50 പേരത്തെങ്കിലും പറയണം ഈ സിനിമ പോയി കാണാൻ. അത് സിനിമ കാണാത്തവരടുത്ത് പോയി പറയും. തരുൺ മൂർത്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന്റെ ആരാധകരിൽ ഒരു വിഭാഗമുണ്ട്, ഒരു വലിയ വിഭാഗമുണ്ട്. അവര് മോഹൻലാലിന്റെ ഈ ഇടയ്ക്ക് റീസെന്റ് ഇറങ്ങിയ സിനിമകൾ അവർക്ക് തൃപ്തിപ്പെട്ടില്ല. പക്ഷെ അവരത് എതിർക്കാതെ തിയേറ്ററിലും പോവാതെ ഇരിക്കുന്ന ഒരു ചെറിയ വിഭാഗം അല്ലാത്ത ആൾക്കാർ, അതായത് വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അവരെ തിയേറ്ററിലോട്ട് എത്തിക്കുക, അവരെ മുമ്പിലോട്ട് കൊണ്ടുവരിക. അതാണ് തരുൺ മൂർത്തി
ഇതിലൂടെ കാണിച്ചു തരുന്നത്. കാരണം നമുക്ക് പഴയ ഒരു ലാലേട്ടൻ കുടുംബ പ്രേക്ഷകർ ഇത് കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് കയറും. പിന്നെ യുവതലമുറ കയറാനുള്ളത് എല്ലാം ലാലേട്ടന്റെ ഫാൻസിന് കൈയടിച്ച് അറുപാതിച്ച് കൈയടിക്കാനുള്ളതുകൊണ്ട്. ഞാൻ ഒരു മമ്മൂട്ടി ഫാനായിരുന്നു, എന്റെ കൈ നിങ്ങൾക്ക് കണ്ടറിയാം, ഇപ്പോഴും അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കണ്ടറിയാം. ആ നല്ല രീതിയിൽ അടിച്ച് പൊട്ടിക്കാൻ പറ്റുന്ന, കൈ അടിച്ച് കീറി വിളിക്കാൻ പറ്റുന്ന ടൈപ്പ് സിനിമയാണ്. നമുക്ക് നമ്മൾ തന്നെ അറിയാതെ കയ്യിലെ വേദന നമ്മൾ ആ സമയം അറിയില്ല. സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ വെളിയിറങ്ങുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ കൈ ഇത്ര അടിച്ചല്ലോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നു. ആ ഒരു രീതിയിൽ ചെയ്ത് വച്ചിട്ടുണ്ടൊരു സംഭവം. എൻ്റെ പൊന്നെ, അപ്പം നിങ്ങൾ ഈ സിനിമ കാണാത്തവരെല്ലാം നിങ്ങൾ പരമാവധി തിയേറ്ററിലോട്ട് എത്തിക്കണം. കാരണം ഈ ഒരു സിനിമ അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ എത്തിയിട്ട് ഇതിന്റെ പകുതി കിട്ടിയ പോലും ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്. എന്നാൽ ഈ സിനിമ ഇത്രയും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പകുതി വന്നാൽ മതി. ഇതിന്റെ പകുതി മതി ലാലേട്ടന്റെ പെർഫോമൻസിനെയും നമ്മൾ സിനിമയെ കുറിച്ച് പോസിറ്റീവ് പറയും. കാരണം ഇന്റർവെൽ ആയപ്പോഴേ ഞാൻ ഉറപ്പിച്ചു സിനിമ പോസിറ്റീവ് ആയിരിക്കുന്നത്. പക്ഷെ ഇന്റർവെല്ലിന് ശേഷം ഞാൻ എന്തായിരിക്കും പ്രതീക്ഷ എന്റെ ഇരട്ടിയാണ് ഇന്റർവെല്ലിന് ശേഷം എനിക്ക് തരുൺമൂർത്തി തന്നത്. അപ്പം നല്ല രീതിയിലുള്ള പ്രതീക്ഷയോട് കൂടി പോയ സിനിമയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഉപരി ആ സിനിമ നമ്മുടെ മനസ്സിലിടം പിടിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഇതിലൂടെയെങ്കിലും ലാലേട്ടൻ ഈ വിജയം തുടരണം, ഇതുപോലുള്ള സിനിമകൾ എടുത്ത് തുടരണം. അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, ഞാൻ കൂടുതൽ പറഞ്ഞാൽ മാറിപ്പോകും. ഇതുപോലുള്ള സാധാരണക്കാരനായ വേഷം ചെയ്യണം, എന്നാൽ മാസം വേണം. അതെല്ലാം ഉൾപ്പെടെയുള്ള നല്ല സിനിമകൾ ചെയ്യാൻ ലാലേട്ടന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഓക്കെ, നന്ദി, നമസ്കാരം.